श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय। ഹനുമത് സീതാ സംവാദം. ഉഷസി നിശിചരികൾ ഇവർ ഉടല് മമ ഭക്ഷിക്കും. ഈ നിശിചരികളുടെ സംസാരവും പെരുമാറ്റവും കേട്ട് സീതാദേവി പേടിക്കുകയാണ്. പുലർച്ചെ ഒരുപക്ഷെ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ നിശിചരികൾ മമ ഉടലും എൻ്റെ ശരീരവും ഭക്ഷിക്കും. ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ, എന്നെ രക്ഷിക്കാൻ എനിക്ക് വേണ്ടപ്പെട്ടവരാരും ഇല്ലല്ലോ. മരണമിഹ വരുവതിനും ഒരു കഴിവ് കണ്ടില്ല. ഇവിടെ മരണം വരാതിരിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. രാവണൻ പറഞ്ഞു പോയതൊക്കെ സത്യമാണോ എന്ന് പോലും സീതയ്ക്ക് തോന്നിപ്പോവുകയാണ്. മാനവവീരനും എന്നെ മറന്നിതു, കളവനിഹ വിരവിനൊടു ജീവനും അദ്യ ഞാൻ. നേരത്തെ രാക്ഷസികളാൽ കൊന്നു തിന്നപ്പെടുമോ എന്നാണ് പേടിച്ചത്. എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സ്വയം ജീവൻ കളയുന്നതാണ് നല്ലത് എന്ന് തോന്നുകയാണ്. കാകുസ്ഥനും കരുണാഹീനനെത്രയും മനസ്സി മുഹുരിവ, വീണ്ടും വീണ്ടും പലതുമോർത്തു സന്താപേന മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ. നേരത്തെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് തരളതര ഹൃദയമൊടു. അപ്പോഴും ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഹൃദയം തരളിതമാകുന്നു. അങ്ങനെ ഭർത്താരം ഓർത്തോർത്ത് താണുകിടന്നൊരു ശിംശപാശാഖയും സഭയ പരവശ തരളം ആലംബ്യ. താണുകിടന്ന ആ ശിംശപാ വൃക്ഷത്തിൻ്റെ ശാഖയെ ആലംബ്യ, അതിലിങ്ങനെ തലവെച്ച് തൻ്റെ ശരീരവും അവിടെ ചായ്ച്ച് വെച്ചിട്ട് സഭയ പരവശ തരളം, ഭയമുണ്ട് എന്നാൽ ഹൃദയം തരളിതമാകുന്നു, പരവേശമുണ്ട്. അങ്ങനെ ബാഷ്പവും സന്തതം വാർത്ത് കരഞ്ഞു തുടങ്ങിനാൻ, വിലാപം തുടങ്ങിനാൾ. പവനസുതൻ ഇവ പലവും ആലോക്യ മാനസേ. അപ്പോഴേക്കും രാക്ഷസിമാരൊക്കെ ഉറങ്ങി എന്ന് നേരത്തെ പറഞ്ഞു. ഹനുമാൻ പലവും ആലോക്യ, ആ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ, മെല്ലെ ഇങ്ങനെ പറയുകയാണ്. ഇതുവരെ നടന്ന രാമകഥ പതുക്കെ ഇങ്ങനെ പറയുകയാണ്. ജഗത് അമല നയനവര ഗോത്രേ. ജഗത് അമല നയനവരം എന്നാൽ സൂര്യൻ. സൂര്യന്റെ ഗോത്രത്തിൽ ദശരഥൻ ജാതനായി അവൻ തന്നുടെ പുത്രരായി രതിരമണ തുല്യരായി കാമദേവന് തുല്യരായി 4 പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചര കുല നിധനഹേതു, രാക്ഷസ വംശത്തിൻ്റെ നാശത്തിന് കാരണഭൂതനാകാനായിട്ട് പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ. ജനക നൃപസുതയും അവരജനുമായി സാദരം. ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതി, ഒരു കള്ളസന്യാസിയായി വന്ന് കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകി, ജടായുവിന് മോക്ഷം നൽകി. മാല്യവത് പർവ്വത പാർശ്വേ, അവിടെയുള്ള മാല്യവാൻ എന്ന പർവ്വതത്തിൻ്റെ താഴെ കൂടെ നടക്കും വിധൗ തഥാ തരണിസുതനോടു, തരണി എന്നാൽ സൂര്യൻ, സൂര്യപുത്രനായ സുഗ്രീവനോട് സപതി സഖ്യവും ചെയ്തിതു. സത്വരം കൊന്നിതു ശക്രസുതനെയും, ഇന്ദ്രന്റെ മകനായ ബാലിയെ കൊന്നു. തരണി തനയനുമഥ കപീന്ദ്രനായി വന്നിതു. ബാലിവധത്തിന് ശേഷം സുഗ്രീവൻ രാജാവായി തീർന്നു.
തത് പ്രത്യുപകാരമാശു, അതിൻ്റെ പ്രത്യുപകാരമായിട്ട് സുഗ്രീവനും കപിവരരെ വിരവിനൊടു 4 ദിക്കിങ്കലും കണ്ടുവരുവാൻ അയച്ചോരനന്തരം പുനരവരിൽ ഒരുവൻ അഹം അത്ര വന്നിടിനേൻ. അതിൽ ഒരുത്തനായിട്ടുള്ള ഈ ഞാൻ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം 100 യോജന വിസ്തൃതമുള്ള സമുദ്രത്തെ ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനിചരപുരിയിൽ, ഈ ലങ്കാപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം. രാത്രിയിൽ അത്ര താതാനുഗ്രഹവശാൽ, എൻ്റെ അച്ഛനായ വായുഭഗവാന്റെ അനുഗ്രഹത്താൽ തരുനികര വരം അരിയ ശിംശപാവൃക്ഷവും ശ്രേഷ്ഠമായ ഈ ശിംശപാവൃക്ഷത്തെ ഞാൻ കണ്ടു. തന്മൂലദേശേ ഭവതിയെയും മുതാ, ഇപ്പോഴിതാ അതിൻ്റെ താഴെയിരിക്കുന്ന ദേവിയെയും ഞാനിതാ കാണുന്നു. കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം, അങ്ങനെ ദേവിയെ കണ്ട് ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. കാമലാഭാത് കൃതകൃത്യനായിടിനേൻ, ഞാൻ എന്ത് കാര്യത്തിനാണോ വന്നത് ആ ആഗ്രഹം സാധിച്ചതിനാൽ ഞാനിതാ കൃതകൃത്യനായിരിക്കുന്നു. ഭഗവത് അനുചരരിൽ അഹം അഗ്രേസരൻ, ഭഗവാന്റെ അനുചരന്മാരിൽ ഞാൻ ഏറ്റവും മുൻപനാണ്. മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ, എൻ്റെ ഭാഗ്യം അല്ലാതെ എന്ത് പറയാനാണ്. പ്ലവകകുലവരൻ ഇതി പറഞ്ഞടങ്ങിയിടിനാൻ, അങ്ങനെ ഹനുമാൻ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം. കുറച്ച് സമയം പിന്നെ ഒന്നും അനങ്ങിയില്ല. കാരണം സീതാദേവിയുടെ ആ ഒരു പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ ഇങ്ങനെ നോക്കി നിന്നു. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ, ഇതാരാണ് ക്രമത്തിൽ രഘുകുല ചരിത്രം മേ എനിക്ക് കീർത്തിച്ചിത് ആകാശമാർഗേ, ഞാൻ കേൾക്കാനായിട്ട് ആകാശമാർഗത്തിൽ നിന്ന് മനോഹരമായിട്ട് ഇതാരാണ് എന്നെ കേൾപ്പിച്ചത്. പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ, അതോ വായു ഭഗവാൻ തന്നെ എന്നോടുള്ള ഒരു കൃപയാൽ എന്നെ കേൾപ്പിക്കുകയാണോ, അതോ പാപിയാം എന്നുടെ മാനസഭ്രാന്തിയോ, ഞാൻ കുറേ ദിവസമായിട്ടുള്ള എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഭ്രമമാണോ ഇത്. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ. ഇനി സ്വപ്നം കാണുകയാണെങ്കിൽ സാധ്യമല്ല, അതിനൊരു സാധ്യതയുമില്ല, കാരണം ഞാൻ ഉറങ്ങുന്നതേയില്ല. സരസതരപതി ചരിതം, സരസമായിട്ടുള്ള എൻ്റെ ഭർത്താവിൻ്റെ ചരിതം ആശു, പെട്ടെന്ന് കർണാമൃതം, എൻ്റെ ചെവിക്ക് അമൃതതുല്യമായിട്ട് സത്യമായി വന്നിതാവൂ. ഇത് ഒരാൾ പറഞ്ഞത് തന്നെ ആയിത്തീരണമേ മമ ദൈവമേ. ഒരു പുരുഷൻ ഇത് മമ പറഞ്ഞുവെന്നാകിൽ, ഇതൊരു പുരുഷൻ തന്നെയാണ് എന്നോടിത് പറഞ്ഞത് എങ്കിൽ, അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ, മേ മുമ്പിൽ എൻ്റെ മുന്നിൽ ആ പുരുഷനെ എനിക്ക് കാണായി വരേണമേ. ജനക നൃപ ദുഹിതൃവചനം കേട്ട് മാരുതി ജാതമോദം മന്ദമന്ദം ഇറങ്ങിനാൻ. വിനയമൊടും അവനി മകൾ ചരണ നളിനാന്തികെ, അങ്ങനെ വളരെ വിനയത്തോടുകൂടെ സീതാദേവിയുടെ ആ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലെ അവൻ ആശു നിന്നിടിനാൻ. പിന്നെ എഴുന്നേറ്റ് കുറച്ചു ദൂരെ അങ്ങനെ തൊഴുതുകൊണ്ട് മാറി നിന്നു. തുഷ്ട്യാ കല പിംഗ തുല്യ ശരീരനായിട്ട്, ഒരു പക്ഷിക്ക് തുല്യം, കലപിംഗം എന്ന ഒരു പക്ഷിക്ക് തുല്യ ശരീരനായിട്ട്. നേരത്തെ കടുകമണിയായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി എന്നർത്ഥം. ഇവിടെ നിശിചരപതി വലിമുഖ വേഷമായി എന്നെ മോഹിപ്പിപ്പതിന് വരികയോ. പക്ഷെ സീതാദേവിക്ക് അത്ര വിശ്വാസം പോരാ. സീതാദേവി പിന്നെയും വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു രാക്ഷസൻ അല്ലെങ്കിൽ രാവണൻ തന്നെ വലിമുഖ വേഷം ധരിച്ച്, ഒരു വാനരന്റെ വേഷം ധരിച്ച് എന്നെ മോഹിപ്പിപ്പതിന് വന്നതാണോ. ശിവശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. എനിക്ക് ഒന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരിക്കുന്നു. കാരണം കുസൃതി ദശമുഖന് പെരുതെന്ന് നിരൂപിച്ചു.
രാവണന് കുസൃതി അല്ലെങ്കിൽ ഈ മായാപ്രയോഗം വളരെ കൂടുതലാണ്. കുമ്പിട്ടിരുന്നത് കണ്ടു കപീന്ദ്രനും. അതുകൊണ്ട് തന്നെ ഹനുമാനെ നോക്കാൻ മുതിരാതിരുന്നതിനാൽ കപീന്ദ്രൻ ഹനുമാൻ പറഞ്ഞു, ശരണമിഹ ശരണ സരസിജം അഖില നായികേ. ദേവി, അങ്ങ് എനിക്ക് ശരണമായിരിക്കുന്നു. ശങ്കിക്ക വേണ്ട, കുറഞ്ഞൊന്നും എന്നെ സംശയിക്കരുത്. തവ സജീവൻ അഹം ഇഹ തഥാവിധനല്ലഹോ. അങ്ങയുടെ ദാസൻ തന്നെയാണ് ഞാൻ. ഭവതി വിചാരിക്കുന്നത് പോലെ അങ്ങയെ കളിപ്പിക്കാൻ വന്നതല്ല. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ. ഞാൻ രാമന്റെ ദാസനാണ് ഞാൻ. സുമുഖി കപികുല തിലകനായ സൂര്യാത്മജ സുഗ്രീവ ഭൃത്യൻ ജഗത് പ്രാണനന്ദനൻ. കപികുലത്തിന്റെ തിലകമായ സൂര്യാത്മജനായ സുഗ്രീവന്റെ ഭൃത്യനാണ്. ഈ ജഗത്തിന് തന്നെ പ്രാണൻ നൽകുന്ന ആ വായുവിന്റെ മകനാണ്. കപടം ഒരുവരോടും ഒരു പൊഴുതും അറിയുന്നില്ല. ഞാൻ ഒരാളോടും ഒരു തരത്തിലുള്ള കാപട്യവും കാണിക്കാറില്ല, എനിക്കതറിയില്ല. കർമ്മണ വാച മനസാപി മാതാവേ. എൻ്റെ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു കാപട്യവും ഞാൻ ചെയ്യാറില്ല. പവനസുത മധുരതര വചനമതു കേട്ടുടൻ. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ വാക്ക് കേട്ടപ്പോൾ പത്മാലയാദേവി ചോദിച്ചിതാതരാൽ, ഋതം ഋജു മൃദു സ്ഫുട വർണ്ണവാക്യം. ഋതം എന്നാൽ സത്യമായിട്ടുള്ള, ഋജു നേരായി കാര്യം പറയുക, അത് മൃദുസ്ഫുട വർണ്ണം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ എന്നാൽ സ്ഫുടമായ ശബ്ദത്തിൽ തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. ഇങ്ങനെ പറയാൻ സാധിക്കുന്നവർ വളരെ കുറവാണ്. സദയമിഹ വധ മനുജ വാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. പക്ഷെ ഇവിടെ എനിക്ക് അതിശയം ഇതാണ്, എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യരും വാനരജാതികളും തമ്മിലും ഇങ്ങനെ ഒരു സഖ്യമുണ്ടായത്? കലിതരുചി ഗഹനഭുവി കാരണമെന്തടോ. ഇങ്ങനെ ഒരു സഖ്യം ഗഹനഭുവി കാനനത്തിൽ വെച്ച് ഉണ്ടാവാൻ കാരണമെന്താണ്? കാരുണ്യവാരാന്നിധേ കപികുഞ്ചര തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നത് എന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. അങ്ങയുടെ മനസ്സിൽ എന്നോട് അത്രയധികം ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ചൊല്ലൂ. ശൃണു സുമുഖി നിഖിലം അഖിലേശ വൃത്താന്തവും. ശ്രീരാമദേവനാണേ സത്യം ഓമലേ. ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഭവതി പതിവചനം അവലംബ്യ രണ്ടംഗമായി ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും. അതായത് ലക്ഷ്മണൻ പോലും അറിയാത്ത സത്യത്തെ ഹനുമാൻ അറിഞ്ഞിരിക്കുന്നു. ദേവി, അങ്ങ് ഭർത്താവിൻ്റെ വാക്കിനെ അവലംബിച്ചിട്ട് രണ്ട് ശരീരമായിട്ട്, അതാണ് രണ്ടംഗമായിട്ട്, ഇപ്പോൾ ഒന്ന് ആശ്രയാശങ്കൽ, ഒന്നിപ്പോൾ അഗ്നിയിലാണ് ഉള്ളത്, മറ്റൊന്ന് ആശ്രമത്തിങ്കലും ഉണ്ടായിരുന്നു. മരുവിനത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെയാണ് പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിന്നെ നടന്നു രഘുപതി. നിശിതതര വിശിഖ ഗണചാപവുമായി ചെന്നു. ഊർത്തുമൂർത്ത ഒരുപാട് അമ്പുകളുള്ള ചാപവുമായിട്ട് ചെന്ന് നീചനാം മാരീചനെ കൊന്നു രാഘവൻ. ഉടലും ഉലയെ തങ്ങളുടെ ശരീരമാസകലം ഉലയ്ക്കുന്ന രീതിയിൽ മുഹുഹു ഉടജഭുവി തിരിച്ച് ആ ആശ്രമത്തിൽ തിരിച്ചു വന്നപ്പോൾ സീതയെ കാണാഞ്ഞ ആ ഒരു വൃത്താന്തമോ പറയാവതോ ആ ഒരവസ്ഥ ഞാൻ പറയേണ്ടതുണ്ടോ? ഉടൻ അവിടെ അടവിയിൽ മുഴുവനായിട്ട് നോക്കിയും ഒട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധൗ ഗഹനഭുവി ആ കാനനത്തിൽ ഗഗനചരപതി ഗരുഡസന്നിഭൻ ആകാശത്ത് പറക്കുന്ന ഗരുഡന് തുല്യനായി കേണുകിടക്കും ജടായുവിനെ കണ്ടു. അവനുമഥ തവ ചരിതമഖിലം അറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേനസാകം.
പിന്നീട് കാടുകളിൽ അവരജനായ ലക്ഷ്മണനോടുകൂടെ ദ്രുതം പുക്കു തിരഞ്ഞു കബന്ധഗതി നൽകി. കബന്ധൻ എന്ന രാക്ഷസന് ഗതി കൊടുത്തു. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമലവചനേന പോന്നു ഋഷ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധൗ തപനസുതൻ സുഗ്രീവൻ ഇരുവരെയും അഴകിനോടു കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെ തഥാ. അവരാരാണെന്ന് തിരഞ്ഞു വരാൻ എന്നെയാണ് അയച്ചത്. തഥാബത രവികുലോദ്ഭവന്മാരുടെ സൂര്യകുലത്തിൽ ജനിച്ച ആ രാമലക്ഷ്മണന്മാരുടെ സന്നിധവും അവരുടെ അടുത്ത് ബ്രഹ്മചാരി വേഷം ആലംബ്യ ചെന്നു. ഞാൻ ബ്രഹ്മചാരി വേഷത്തിൽ ചെന്നു. നൃപതി കുലവര ഹൃദയം അഖിലവും ഭഗവാന്റെ മനസ്സിൽ എന്താണ് എന്ന് മുഴുവനും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികടഭുവി സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുചെന്നിടിനേൻ. എന്നിട്ട് സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയും അഗ്നിയെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡമിരുവർക്കും ആശു തീർത്തിയിടുവാൻ, രണ്ടുപേരുടെയും ദുഃഖം ഇല്ലാതാക്കാൻ രണ്ടുപേരെയും കൊണ്ട് സഖ്യം ചെയ്യിപ്പിച്ചു. തപനസുത ഗൃഹിണിയെ സുഗ്രീവന്റെ ഭാര്യയെ ബലാൽ അടക്കിക്കൊണ്ട് തനിക്ക് അധീനയാക്കി വെച്ച് താരാപതിയെ ബാലിയെ വധിച്ചു രഘുവരൻ. ദിവസകരതനയന് ദിവസകരനായ സൂര്യന്റെ മകനായ സുഗ്രീവന് കൊടുത്തിതു രാജ്യവും. ദേവിയെ ആരാഞ്ഞു കാൺമാൻ ദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കപീന്ദ്രനും പ്ലവകകുല പരിവൃഢരെ 4 ദിക്കിങ്കലും പ്രത്യേകം ഏക ലക്ഷം ഓരോ ലക്ഷം കപിവരെയും നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ച്, ഇതിനിടയിൽ രഘുപതി എന്നെ അടുത്ത് വിളിച്ച് അങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇത് ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം, എൻ്റെ നാമമുള്ള ഈ അങ്കുലീയം കൊടുക്കുക. പിന്നെയും സപതി തവ മനസ്സി, മാത്രമല്ല ദേവിയുടെ മനസ്സിൽ ഗുരുവിശ്വാസ സിദ്ധയെ ഉറച്ച ഒരു വിശ്വാസം കിട്ടാൻ സാദരം ചൊന്നാൻ അടയാളവാക്യവും ഒരടയാളവാക്യവും ഭഗവാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. അത് ഭവതി കരതളിരിലിനി, അങ്ങയുടെ ദേവിയുടെ കയ്യിൽ ഞാനിതാ തരികയാണ്. വിരവിൽ നൽകുവൻ ആലോകയ, അത് കാണൂ. എന്നിട്ട് ആലോകയാലോകയാനന്ദപൂർവകം, എന്നിട്ട് സന്തോഷമായിട്ടിരിക്കൂ. ഇതി മധുരതരം അനില തനയൻ ഉര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. അങ്കുലീയവും അടയാളവാക്യവും കൊടുത്തു. പുനരധിക വിനയമൊടു തൊഴുതാതരാൽ പിന്നോക്കി വാങ്ങി വണങ്ങി നിന്നിടിനാൻ. ഇത്രയും അടുത്ത് നിന്ന് പറഞ്ഞിട്ട് തൊഴുതിട്ട് കുറച്ച് പുറകോട്ട് മാറി നിന്നു. മിഥില നൃപസുതയും അതു കണ്ടതിപ്രീതയായി മേന്മേലൊഴുകും ആനന്ദ ബാഷ്പാകുലം. അങ്ങനെ അങ്കുലീയവും ആ അടയാളവാക്യവും കണ്ട് സന്തോഷാധിക്യത്താൽ ദേവി കണ്ണുനീർ തൂകി അങ്ങനെ നിൽക്കുകയാണ്. രമണം ഇവ നിജശിരസി കനിവിനോട് ചേർത്തിതു, തൻ്റെ ഭഗവാനെ തന്നെ, തൻ്റെ പ്രാണപ്രിയനെ എന്ന പോലെ തന്നെ തൻ്റെ ശിരസി, തൻ്റെ ശിരസിലേക്ക് ചേർത്ത് വെച്ചിട്ട് കനിവിനോട് ചേർത്തിതു. രാമനാമാങ്കിതം അങ്കുലീയം. പിന്നെ സന്തോഷത്തോടെ മുതാ പ്ലവക കുലപരിവൃഢ, അല്ലയോ പ്ലവക കുലത്തിന് ശ്രേഷ്ഠനായിട്ടുള്ളവനെ, മഹാമതിമാൻ ഭവാൻ, പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം, എൻ്റെ പ്രാണനെ വീണ്ടും ഉണ്ടാക്കിയത്, അതായത് ഞാൻ എൻ്റെ പ്രാണനെ നശിപ്പിക്കാൻ വേണ്ടി ചിന്തിച്ചിരിക്കുകയായിരുന്നു, അതിന് വീണ്ടും ഒരു ജീവൻ വെച്ചതുപോലെയായി. അത് അങ്ങാണ്. മമ പ്രീതികാരി ദൃഢം ഭഗവതി പരമാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തൻ അതീവ വിശ്വാസ്യൻ ദയാപരൻ. എനിക്കിപ്പോൾ മനസ്സിലായി അങ്ങ് എത്രമാത്രം ഭഗവാനിൽ വിശ്വാസമുള്ളവനാണെന്ന്. കാരണം അങ്ങനെയല്ലാത്ത ഒരാളെ ഭഗവാൻ എൻ്റെ അടുത്തേക്ക് അയക്കില്ല. പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവ് അയക്കിയുമില്ല മത്സന്നിധവും. ഭാര്യയുടെ അടുത്തേക്കാണ് ഒരു അന്യപുരുഷനെ അയക്കുന്നത്. അങ്ങനെ അയക്കണമെങ്കിൽ അത്രയും വിശ്വാസമുണ്ടായിരിക്കണം.
എനിക്കിപ്പോൾ ബോധ്യമായി. അങ്ങും ശ്രീരാമസ്വാമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നു. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മത്പരിതാപവും കണ്ടുവല്ലോ ഭവാൻ. ഭവാൻ ഇവിടെ വന്നിട്ട് കുറച്ചു നേരമായെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖമൊക്കെ മനസ്സിലായി കാണുമല്ലോ. കമലദള നയനൻ അകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരം അറിയിക്ക നീ. ഇതൊക്കെ തന്നെ ആ ഭഗവാനോട് പോയി അറിയിക്കൂ. രജനിചര വരൻ അശനമാക്കുമെന്നെ കൊണ്ട്. ആ രാവണൻ എന്നെ ഒരുപക്ഷെ ഭക്ഷിക്കും എന്ന് തന്നെ ഞാൻ പേടിക്കുന്നു. 2 മാസം കഴിഞ്ഞാലെന്ന് നിർണയം. അതായത് ഞാൻ അവന് വശപ്പെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ എന്നെ ഭക്ഷണമാക്കും. അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടു നീ. അതിനിടയിൽ രാമചന്ദ്രനോട് വരാൻ പറയണം. അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ഞാൻ അത്ര വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം. ത്വരിതമിഹ, എത്രയും പെട്ടെന്ന് ദശമുഖനെ നിഗ്രഹിച്ച് എന്നുടെ ദുഃഖം കളഞ്ഞ് രക്ഷിക്കെന്നു ചൊല്ലു നീ. ഒന്ന് വേഗം പോയി പറയൂ. അനില തനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാൻ. ദേവിയുടെ ദുഃഖമില്ലാതാക്കാൻ ആശു ചൊല്ലിയിടിനാൻ. അവനിപതി സുതനോട് അടിയൻ ഭവത് വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കപികുല ബലവുമായിട്ട്. ഞാൻ അവിടെ ചെന്ന് പറയേണ്ട താമസം അവരജനും അനുജനായ ലക്ഷ്മണനും അഖില കപികുല ബലവുമായി, എല്ലാ സൈന്യബലവുമായിട്ട് മുതിർന്ന ആശു വരും. അതിനില്ലൊരു സംശയം. സുത സജീവ സഹജ സഹിതം, മക്കളും മന്ത്രിമാരും സഹോദരന്മാരും കൂടിയ ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിന് യമപുരിക്ക് അയക്കും ക്ഷണാൽ. ഭവതിയെയും അതികരുണം അഴകിനോടു വീണ്ട് നിൻ ഭർത്താവ് അയോധ്യക്കെഴുന്നള്ളുമാതരാൽ. ദേവിയെയും സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അങ്ങനെ തിരിച്ചു പോകും. ഇത്രയും ആത്മവിശ്വാസമുള്ള ഹനുമാന്റെ വാക്ക് കേട്ടിട്ട് ഇതി പവനസുത വചനം ഉടമയൊടു കേട്ടപ്പോൾ, ആ ആത്മാർത്ഥതയാണ്, ആ പറച്ചലിലുണ്ട് ചെയ്തിരിക്കും എന്ന ആ ഒരു ദൃഢത. ഇത്രയും ആത്മാർത്ഥത നിറഞ്ഞ, ആത്മവിശ്വാസം നിറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ ഇന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൾ. പക്ഷെ ദേവിക്ക് സംശയം തീരുന്നില്ല. കാരണം തൻ്റെ മുന്നിലിരിക്കുന്ന കപിവരൻ ഒരു പക്ഷിയുടെ അത്രയും വലുപ്പമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. ഇവരെങ്ങനെ വന്നിട്ട് നശിപ്പിക്കാനാണ്? ഇഹ വിതത ജലനിധിയെ, ഈ വിസ്താരമേറിയ സമുദ്രത്തെ നിഖില കപിസേനയോട് ഏതൊരു ജാതി എങ്ങനെ കടന്നു വരുന്നതും, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വരുന്നത്? കടന്നു വരുന്നതും മനുജ പരിവൃഢൻ, മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശ്രീരാമചന്ദ്രൻ നിങ്ങളെ പോലുള്ള ഈ ചെറിയ വാനരന്മാരോടുകൂടെയാണോ ഇവിടെ വരുന്നത്? ഇത് വിചാരിച്ച നേരത്ത് ഇങ്ങനെ സീതാദേവി ചിന്തിക്കുന്നു എന്ന് തോന്നിയിട്ട് മാരുതി മൈഥിലിയോട് ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അൻപോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാത് മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലി കിം വിഷാദം വൃഥാ മാനസേ. ദേവി ചിന്തിച്ച് വിഷമിക്കുകയേ വേണ്ട, അവരെ മുഴുവൻ എൻ്റെ ചുമലിലെടുത്ത് ഞാൻ വരും. ലഘുതരം അമിത രജനിചര കുലം അശേഷേണ, വളരെ ചെറിയ സമയം കൊണ്ട് അമിത രജനിചര കുലം, ഈ രജനിചര കുലത്തെ മുഴുവൻ അശേഷേണ, എന്തിന് ലങ്കയും ഭസ്മമാക്കിയിടും അനാകുലം. ദ്രുതമതിന് സുതനു മമ ദേഹ്യനുജ്ഞാം ഇനി ദ്രോഹം വിനാ ഗമിച്ചിടുവാൻ ഓമലെ. അതിനിനി സമയം വൈകില്ല, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം വേഗം. അതിന് സുതനു, നല്ല സുന്ദരിയായിട്ടുള്ള ദേവി, മമദേഹി അനുജ്ഞാം, എനിക്കിനി വിടകൊള്ളുവാൻ അനുവാദം തരൂ. ദ്രോഹം വിന, ഒരു തടസ്സവുമില്ലാതെ ഗമിച്ചിടുവാൻ, എനിക്ക് തിരിച്ചു പോകാൻ ദേവി അനുജ്ഞ തരൂ, എന്നെ അനുഗ്രഹിക്കൂ. വിരഹ കലുഷിത മനസ്സി രഘുവരന് മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. ദേവിയെ പോലെ തന്നെ വിരഹ കലുഷിത മനസ്സോടുകൂടിയാണ് രാമചന്ദ്രൻ അവിടെ നിൽക്കുന്നത്. ആ രാമചന്ദ്രന് വിശ്വാസം വരുവാൻ ദേവിയും എനിക്ക് മുതാ തരിക സരഭസം, നല്ല വിശ്വാസം തോന്നുന്ന രീതിയിൽ ഒരടയാളവും വാക്യവും, ഒരു വാക്യവും എന്നോട് പറയണം.
താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. അത് അങ്ങയുടെ വാക്കായി ഞാൻ ഭഗവാനോട് പറയാം. ഇതി പവന തനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ച് മനസ്സെ ചിഗുരഭരം അതിൽ മരുവും തൻ്റെ മുടിക്കെട്ടിൽ മരുവുന്ന അമല ചൂടാമണി, പരിശുദ്ധമായ ചൂടാമണി ചിന്മയി ആ സീതാദേവി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണു തനയ, ഇവിടെ ദേവി വിളിക്കുകയാണ്, മകനെ പുനരൊരു അടയാളവാക്യം, ഞാൻ ഒരു അടയാളവാക്യവും ഭവാൻ ഞാൻ പറയാം. ഭവാൻ ശ്രുത്വ ധരിച്ച് കർണേ പറഞ്ഞിടു നീ, അത് നീ കേട്ടിട്ട് ശ്രീരാമചന്ദ്രനോട് പോയി പറഞ്ഞാൽ മതി. ശ്രീരാമചന്ദ്രൻ എഴുതി അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തിരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. സപതി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്ന് നിർണയം. ഇത് മാത്രം ചെയ്താൽ മതി, എൻ്റെ ഭർത്താവിന് വിശ്വാസം വരും. ചിരമമിത സുഖമൊടു ഒരു തപസി ബഹുനിഷ്ഠയാ, ഇത് മുൻപ് നടന്ന ഒരു സംഭവം പറയുകയാണ്. മുൻപ് അമിത സുഖത്തോടുകൂടെ ഒരു തപസ്സി, നല്ല തപസ്സൊക്കെ ചെയ്തിട്ട് ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധവും പലലം മാംസക്കഷണം അത് പരിചിനോട് ഉണക്കുവാൻ, അത് അങ്ങനെ ശ്രദ്ധയോടെ ഉണക്കുവാൻ വേണ്ടി ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ, അത് അവിടെ ചിക്കാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അത് ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ എൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. തിരുമുടിയും അഴകിനോടു മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ. ശ്രീരാമചന്ദ്രൻ വിരവോടുറങ്ങിയിടിനാൻ, ഭഗവാൻ നല്ല ഉറക്കമായിരുന്നു. അത് പൊഴുതിൽ അതിനിടയിൽ അതിചപലനായ ശക്രാത്മജൻ ഇന്ദ്രന്റെ മകൻ ആശു കാകാകൃതി പൂണ്ടു, ഒരു കാക്കയുടെ ആകൃതി പൂണ്ടു വന്നിടിനാൻ. പല പൊഴുതു പലല ശകലങ്ങൾ, പലപ്പോഴായി വന്നിട്ട് ഈ മാംസക്കഷണങ്ങൾ കുത്തിയിടിനാൻ. ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്ത് ഞാൻ തഥാ പരുഷതരം ഉടനുടൻ എടുത്തെറിഞ്ഞിടിനേൻ. ഈ കാക്ക വന്ന് ഇതൊക്കെ ഭക്ഷിച്ച് കളയും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരുഷതരം, ഞാൻ പാഷാണജാലങ്ങൾ കൊണ്ട്, കല്ലുകൊണ്ട് ഞാൻ അതിനെ എറിഞ്ഞു, അതിനെ ദൂരെ കളയാൻ വേണ്ടിയിട്ട്, ദൂരെ പോവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടവൻ, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് വപുഷി മമ, എൻ്റെ ശിരസ്, എൻ്റെ ശരീരത്തിൽ ശിതചരണ നഖരതുണ്ടങ്ങളാൽ, അവൻ്റെ കൂർത്തുമൂർത്ത കാൽനഖം കൊണ്ടും അവൻ്റെ തുണ്ടങ്ങളാൽ കൊക്കുകൊണ്ടും വായ്പോട് കീറിനാൻ, എൻ്റെ ശരീരത്തെ കീറിമുറിച്ചു ഏറെ കുപിതനായി. എന്നാൽ ഭഗവാൻ ഉണരാതിരിക്കാൻ വേദന സഹിച്ചു നിന്നു. പരമപുരുഷനും ഉടൻ ഉണർന്നു നോക്കും വിധവും പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ, എൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ ചോര ഒലിക്കുന്നത് കണ്ടിട്ട് തൃണശകലം, ഒരു പുൽക്കൊടി എടുത്തിട്ട് അതികുപിതനായി എടുത്ത അശ്രമം ദിവ്യാസ്ത്രമന്ത്രം, ദിവ്യാസ്ത്രമന്ത്രം, ഒരു മന്ത്രം ജപിച്ചിട്ട് അയച്ചിടിനാൻ. വെറും ഒരു പുൽക്കൊടിയാണ്, പക്ഷെ ആ മന്ത്രം ജപിച്ചപ്പോൾ അതിന് ശക്തിയേറി. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു. അപ്പോൾ ഈ ജയന്തൻ, അതായത് ഈ ഇന്ദ്രന്റെ മകൻ, എല്ലായിടത്തും ഓടി നടന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, സങ്കടം തീർത്ത് രക്ഷിച്ചു കൊണ്ടിടുവാൻ. എന്നാൽ അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്ക്, എന്നാൽ അമരപതിയായിട്ടുള്ള ദേവേന്ദ്രനോ കമലജനോ ബ്രഹ്മാവിനോ ഗിരീശനോ പരമശിവനോ ഇവർക്കാർക്കും ആവതല്ലെന്ന അയച്ചോരവസ്ഥാന്തരെ, അവർക്കാർക്കും ഈ ജയന്തനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ രഘുതിലകൻ അടിമലരിൽ അവശമൊടു വീണിതു. അങ്ങനെ ശ്രീരാമചന്ദ്രനെ തന്നെ ശരണം പ്രാപിച്ചു. എന്നിട്ട് രക്ഷിച്ചുകൊള്ളേണമെന്നെ കൃപാനിധേ, അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ, എനിക്ക് വേറെ ആരും ശരണമില്ല, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ ഇതി സഭയം അടിമലരിൽ വീണ് കേണിയിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനും അന്നേരം. സവിതൃകുല തിലകൻ, സൂര്യകുലത്തിൽ ജനിച്ച ഭഗവാൻ സസ്മിതം ചൊല്ലിനാൻ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സായകം, ഞാൻ അയച്ച ഈ അസ്ത്രം നിഷ്ഫലമാകയില്ല, അത് ഒരിക്കലും നിഷ്ഫലമാകില്ല. അതിന് തവ നയനം അതിലൊന്നു പോവും, അതുകൊണ്ട് നിന്റെ ഒരു കണ്ണ് പോവുക തന്നെ ചെയ്യും, നിശ്ചയം, അന്തരമില്ല, നീ പൊയ്ക്കൊള്ളുക നിർഭയം. പക്ഷെ നിന്റെ ജീവൻ ആപത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിന്റെ ഒരു കണ്ണ് പോകും.
ഇതി സദയം അനുദിവസം എന്നെ രക്ഷിച്ചവൻ. എന്നാൽ പെട്ടെന്ന് സീതാദേവിയുടെ ഭാവം മാറുകയാണ്. അന്ന് ഒരു നിമിഷം എനിക്കു വേണ്ടി എത്ര പെട്ടെന്നാണ് ഭഗവാൻ ഒരു പ്രതികരണം നടത്തിയത്. ആ ഭഗവാൻ ഇന്ന് ഉപേക്ഷിച്ചത് എന്ത്? ഇന്നെന്തായിരിക്കും ഇത്ര വൈകി എന്നെ രക്ഷിക്കാൻ വരുന്നത്? എന്നുടെ ദുഷ്കൃതം, എൻ്റെ പാപമായിരിക്കാം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തിയില്ല ഞാൻ, ഓർത്താൽ ഇതെന്നുടെ പാപമേ കാരണം. ഇങ്ങനെ ഇത്രയും വൈകുവാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ എൻ്റെ പാപം കൊണ്ടായിരിക്കാം. ഇങ്ങനെ വിവിധമിതി ജനക നൃപ ദുഹിതൃവചനം കേട്ട് വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ, ഭവതി പുനരിവിട മരുവീടുന്നതേതുമേ ഭർത്താവ് അറിയായിക കൊണ്ട് വരാഞ്ഞതും. ദേവി അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്, ഭഗവാൻ അറിയില്ലായിരുന്നു ദേവി ഇവിടെയാണുള്ളതെന്ന്, അതാണ് വരാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പോയി അറിയിച്ചാൽ ഝടിതി വരും, ഇനി ഒട്ടും താമസിക്കില്ല. നിശിചരൗഘവും ലങ്കയും, ഈ രാക്ഷസ വംശം മുഴുവനും, ഈ ലങ്കയും ശാഖാമൃഗാവലി, ഞങ്ങൾ വാനരസേന ഭസ്മമാക്കും ദൃഢം. എന്നാൽ ദേവിക്ക് അപ്പോഴും സംശയം. പവനസുത വചനമിതി കേട്ട് വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അധിക കൃശതനു, ഇത്രയും ചെറിയ ശരീരത്തോടു കൂടിയ ഭവാൻ കപിവീരരും അങ്ങയെപ്പോലുള്ളവർ തന്നെ, അത്രയും ബലമുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇത്രയും ചെറുതായിരിക്കുമല്ലോ അവരൊക്കെ, ഈ വണ്ണമുള്ളവരല്ലയോ? അവരൊക്കെ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ, ചൊല്ലു നീ. നിഖില നിശിചരർ അചലനിഭം, പർവ്വതം പോലെയാണ് ഇവിടുത്തെ രാക്ഷസന്മാർ. വിപുലമൂർത്തികൾ, വലിയ ശരീരമുള്ള അവരോട് നിങ്ങൾ എതിർക്കുന്നതെങ്ങനെ? ഇത്ര ചെറിയ ശരീരമുള്ള നിങ്ങൾ എങ്ങനെയാണ് രാക്ഷസരെ കൊല്ലുന്നത്? പവനജനും അവനിമകൾ വചനം അത് കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. ഒറ്റയടിക്ക് ഹനുമാൻ അങ്ങ് വലുതായി. അധ മിഥില നൃപതി സുതയോട് ചൊല്ലിയിടിനാൻ അഞ്ജനാപുത്രൻ പ്രഭഞ്ജനനന്ദനൻ. ആ വായുവിൻ്റെ മകനായിട്ടുള്ള ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു, ഇതു കരുതുക അകമലരിൽ ഇങ്ങനെയുള്ളവർ, 21 വെള്ളം പടവരും. വെള്ളം എന്നാൽ കോടി കണക്കാണ്. അപ്പോൾ ഇതാ എന്നെ നോക്കൂ, പർവ്വതാകാര തുല്യനായ ഈ എന്നെ പോലെ കോടിക്കണക്കിന് വാനര സൈന്യമാണ് ഇവിടെ വരാൻ പോകുന്നത്. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ, അതിവിമലൻ അമിത ബലൻ ആശരവംശത്തിനന്തകൻ, നീ അതിനന്തരമില്ലടോ, എനിക്ക് വിശ്വാസമായി. നീ തന്നെയായിരിക്കും ഈ രാക്ഷസകുലത്തിൻ്റെ അന്തകൻ. രജനി വിരവൊടു കഴിയും. ഇപ്പോഴിതാ രാത്രി കഴിയാറായി. ഇനി ഉഴറുകെങ്കിൽ ഇനിയെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ നീ പുറപ്പെടണം. രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. നീ ഒട്ടും ഭയപ്പെടേണ്ട, വേഗം പോയിക്കൊള്ളുക. ഇവരൊക്കെ എഴുന്നേൽക്കുന്നതിന് മുൻപേ ജലനിധിയും അതിചപലം, ഇന്നേ കടന്നങ്ങ്, നീ ഒട്ടും പേടിക്കാതെ ഈ സമുദ്രത്തെ തിരിച്ച് കടന്നിട്ട് അങ്ങ് ചെന്ന് രഘുവരനെ കാൺക നന്ദന. വീണ്ടും മകനെ എന്നാണ് വിളിക്കുന്നത്. പോയി വരൂ മകനെ. മമ ചരിതമഖിലം അറിയിച്ച് ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക വിരയേ നീ. എന്നിട്ട് വിരവിനോട് വരിക, പെട്ടെന്ന് തന്നെ വരിക. രവിസുതനും ഒരു സൈന്യവും സുഗ്രീവനും ആ മുഴുവൻ സൈന്യവും വീരപുമാന്മാർ ഇരുവരുമായി രാമലക്ഷ്മണന്മാരുമായി ഭവാൻ വഴിയിൽ ഒരു പിഴയും ഉപരോധവും ഒരു തടസ്സവും എന്നിയേ ഇല്ലാതെ വായുസുത പോക നല്ലവണ്ണം ധ്രുവം, തിരിച്ചു പോകുക. വിനയ ഭയ കുതുക ഭക്തി പ്രമോദാന്വിതം. സമ്മിശ്ര വികാരങ്ങളാണ് ഇപ്പോൾ ഹനുമാന്. വിനയം, ഭയം, കൗതുകം, ഭക്തി, സന്തോഷാധിക്യം, ഇങ്ങനെയെല്ലാം കൊണ്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായ ഹനുമാൻ വീരൻ നമസ്കരിച്ചിടിനാനന്തികേ. പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്ത് വെച്ചിടിനേൻ. 3 തവണ ദേവിയെ പ്രദക്ഷിണം ചെയ്തു. വിടതരിക ജനനി, വിടകൊള്ളുവാൻ അടിയനു വേഗേന
ഖേദം വിനാ വാഴ്ക സന്തതം. ദേവി, ഞങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും, അതുവരെ ദേവി ദുഃഖിക്കരുത്. ഭവതു ശുഭം അയി തനയ. മകനെ, എല്ലാം നന്നായി വരട്ടെ. കാരണം യാത്രയിൽ ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. പഥി, നിന്റെ വഴി, തവ പഥി നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ തിരിച്ചു പോയിട്ട് എൻ്റെ ഭർത്താവിനെ ഇങ്ങോട്ട് വരുത്തുക. സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനീ. ഇനി പിന്നീടുള്ള കാലത്ത് കാര്യമാണ്. ഹനുമാനെ, നീ എത്ര കാലം ഈ ലോകമുണ്ടാകുമോ അത്രയും കാലം സുചിരം ജീവജീവ. നീ സ്വസ്ത്യസ്തു പുത്ര, നിനക്ക് മംഗളം ഭവിക്കട്ടെ മകനെ. തേ സുസ്ഥിര ശക്തിയും, നിന്റെ ഈ സ്ഥിരമായ ശക്തിയും അനില തനയനും അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. ഇങ്ങനെ വളരെ സന്തോഷത്തോടെ തിരിച്ചു വരാം എന്ന ആത്മവിശ്വാസത്തോടെ ആ ഹനുമാനും അഖില ജനനിയോട് സാദരം ആശീർവദനം ആദായ സ്വീകരിച്ചിട്ട് പിൻവാങ്ങിനാൻ. ലങ്കാമർദ്ദനം. ചെറുതകലെയൊരു വിടപി ശിഖരവും അമർന്നവൻ. അങ്ങനെ സീതാദേവിയോട് യാത്ര ചോദിച്ചതിന് ശേഷം ആ ശിംശപാ വൃക്ഷത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള അകലെയൊരു ചെറിയ വിടപി ശിഖരം, മരത്തിൻ്റെ ശാഖയിലേക്ക് അമർന്നവൻ എന്നാൽ അതിലേക്ക് ചാടി. ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം. എന്നിട്ട് ആ കൊമ്പിന്മേലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാടവം ഉള്ള ഒരു ദൂതം നിയോഗിച്ചാൽ, മറ്റൊരാളുടെ രാജധാനിയിൽ പോയിട്ട് രാജാവിൻ്റെ കാര്യാർത്ഥം ഒരു പാടവമുള്ള വളരെ നൈപുണ്യത്തോടുകൂടെ ചെയ്യേണ്ട ഒരു ദൂത് നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞ് സാധിച്ച്, അത് എങ്ങനെയാണോ പറഞ്ഞത് അത് അതുപോലെ സാധിച്ചാൽ ഒരഴിവുമില്ലാതെ വളരെ ഭംഗിയായി സാധിച്ചത് സ്വസ്വാമികാര്യത്തിന് അന്തരമെന്നിയേ, അത് വളരെ ഭംഗിയായിട്ട് ഒട്ടും താമസമില്ലാതെ ചെയ്താൽ നിജഹൃദയ ചതുരതയോട്, ഇതിൻ്റെ കൂടെ, അത് വളരെ നല്ല കാര്യം തന്നെ, അതിൻ്റെ കൂടെ നിജഹൃദയ ചതുരത, സ്വന്തം മനസാക്ഷി പറയുന്ന ഏതെങ്കിലും ഒരു കാര്യവും കൂടെ അപരമൊരു കാര്യവും ഇനി മറ്റൊരു കാര്യവും, എന്നാൽ അത് നീതിയോടെ, എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല, നീതിയോടെ ചെയ്തു പോം അവൻ ഉത്തമൻ. ഇവിടെ ശ്രീരാമസ്വാമി പറഞ്ഞയച്ചത് സീതാദേവിയെ കണ്ട് കാര്യം പറയുക. അപ്പോഴാണ് ഹനുമാൻ ചിന്തിക്കുന്നത്, അത് മാത്രം മതിയോ? ഒരു ദൂതന് അവൻ്റെ മനസാക്ഷിക്കനുസരിച്ച് വേറെയും ചിലതൊക്കെ ചെയ്യാമല്ലോ, എന്നാൽ നീതിയോടെ എന്നാണ് ഹനുമാൻ ചിന്തിക്കുന്നത്. അതിന് മുഹുഹു അഹം അഖില നിശിചര കുലേശനെ അൻപോടു കണ്ട് പറഞ്ഞു പോയിടണം. അപ്പം അതിന് വേണ്ടത് മുഹുഹു, വീണ്ടും നേരത്തെ മുഖാമുഖം കണ്ടിട്ടില്ല രാവണനെ, അതുകൊണ്ട് ഇനി നേരിട്ട് അഖില നിശിചര കുലേശനെ, രാവണനെ അൻപൊടു കണ്ട് നേരിട്ട് മുഖാമുഖം കണ്ട് പറഞ്ഞു പോയിടണം. പറഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അതിന് പെരുവഴി, അതിനെന്താണ് ഒരു വഴി? ഇത് സുദൃഢം, അതായത് ചെയ്താൽ അത് വിജയിക്കണം, അങ്ങനെ ഒരു വഴി എന്താണ്? ഇത് ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. അവിടെ ആദ്യം തന്നെ ആ ഉദ്യാനത്തിലൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി, ഉദ്യാനമൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ചെയ്താൽ സ്വാഭാവികമായും അവിടെയുള്ള രാജകിങ്കരന്മാർ പിടിച്ചുകൊണ്ടുപോകും. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. അപ്പോൾ ശിംശപാവൃക്ഷത്തെ മാത്രം വെറുതെ വിട്ടു, ബാക്കിയെല്ലാം തട്ടിത്തകർത്തു. കുസുമദല ഫല സഹിത ഗുൽമ വല്ലി തരുക്കൂട്ടങ്ങൾ, കുസുമം പൂക്കളും ദലങ്ങൾ നല്ല ഇലകളും പഴങ്ങളും ഒക്കെയുള്ള ഗുൽമം കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും തരുക്കൂട്ടങ്ങൾ വൃക്ഷങ്ങളും പൊട്ടി അലറി വീഴും വിധവും, ഇതൊക്കെ ഇങ്ങനെ തകർന്ന് വേരോടെ പിഴുതെറിയുകയാണ്. ജനനിവഹ ഭയ ജനന നാദഭേദങ്ങളും,
അപ്പോൾ ആ ഉദ്യാനത്തിൽ തന്നെ കുറെ നിശാചരികളുണ്ട്. അങ്ങനെയുള്ള ആ കൂട്ടങ്ങളൊക്കെ ഭയം കൊണ്ട് ഉണ്ടാക്കിയ നാദഭേദങ്ങൾ, എന്നാൽ അലർച്ചകൾ. ജംഗമജാതികളായ പതത്രികൾ, പറക്കുന്ന ചലിക്കുന്ന പതത്രികൾ, പക്ഷികൾ അതിഭയമോട് അഖില ദിശി അങ്ങും ഇങ്ങും ഇങ്ങനെ ചിതറി ദിവി ഖലു പറന്നുടൻ പറന്ന് പോവുകയാണ്. അങ്ങനെ അവയുടെയും ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും അവരുടെ ആ പേടിച്ച് ഉള്ള ഒരു ശബ്ദവും ചിറകടി ഒച്ചയും ഒക്കെ. രജനി ചരപുരി ജഡിതി കീഴ്മേൽ മറിച്ചിതു. ഒറ്റയടിക്ക് അതിനെ, ആ ലങ്കാപുരിയെ മൊത്തം കീഴ്മേൽ മറിച്ചതുപോലെ ആയി. രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കപിവീരനെ കാണായി. അങ്ങനെ ഇതാരാണ്, ഇത് എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ രാക്ഷസ സ്ത്രീകളൊക്കെ ഉണർന്നു നോക്കുന്ന സമയത്ത് ഒരു കപിവീരനെ കാണായി വന്നു. ഇവൻ അമിത ബലസഹിതൻ ഇടിനിനദം, ഇടിമുഴക്കം പോലെയുള്ള ഒച്ചയും, എന്തൊരു ജന്തുവിതെന്തിനു വന്നതും, ഇതെന്തിനാണ് വന്നത്, ഇത് എന്ത് ജന്തുവാണ്, അത്രയും വലിയ ശരീരത്തോടു കൂടിയാണ് ഇപ്പോൾ ഹനുമാൻ നിൽക്കുന്നത്. എന്നിട്ട് സീതാദേവിയുടെ അടുത്ത് ഹനുമാൻ വന്ന് സംസാരിക്കുന്നത് ചില രാക്ഷസ സ്ത്രീകൾ കണ്ടിരുന്നു. അതാണ് ചോദിക്കുന്നത്, സുമുഖി തവ നികടഭുവി നിന്ന് വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. നിന്റെ മുന്നിൽ വന്ന് കുറച്ച് മുന്നേ ഈ ആളല്ലേ വന്ന് സംസാരിച്ചത്, അപ്പോൾ നിനക്കറിയാമല്ലോ ഇതാരാണെന്ന്. മനസ്സി ഭയം അധികം, ഇവനെ കണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ഭയമാകുന്നു. മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും, മർക്കട ആകാരത്തെ ധരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്, മർക്കടനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിശി തമസി വരുവതിന്, ഈ രാത്രിയിൽ ഇരുട്ടത്ത് വരാൻ കാരണമെന്ത് ചൊൽ. നീ അറിഞ്ഞില്ലയോ, ചൊല്ലിവൻ ആരടോ, നിനക്കറിയാമോ, പറയൂ ഇതാരാണ്. ഇത് കേട്ടിട്ട് സീത പറഞ്ഞു, രജനിചര കുലരചിത മായകളൊക്കവേ. എനിക്കെങ്ങനെ അറിയാനാണ്, നിങ്ങളല്ലേ മായാപ്രയോഗത്തിൽ വളരെ വിദഗ്ധരായിട്ടുള്ളത്. രജനിചര കുലരചിതം, രാക്ഷസന്മാർ ഉണ്ടാക്കുന്ന മായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. നിങ്ങൾക്ക് തന്നെയല്ലേ നിങ്ങളുടെ ആളുകൾ കാണിക്കുന്ന മായകൾ അറിയുക. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ഭയം ഇവനെ നികടഭുവി കണ്ടു മൻ മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അതിൻ്റെ കൂടെ സീതാദേവി ഒന്നുകൂടെ പറഞ്ഞു, ഇവനെ കണ്ടിട്ട് എനിക്കും വല്ലാത്തൊരു ഭയം, എന്താണെന്നറിയില്ല. അവനിമകൾ അവരോടിത് ചൊന്ന നേരത്ത് അവർ ആശു ലങ്കേശ്വരനോട് ചൊല്ലിയിടിനാർ. പിന്നെ ഒന്നും ചെയ്യാനില്ല, നേരെ രാവണനോട് പറഞ്ഞു. ഒരു വിപിനചരൻ, അമിത ബലൻ, അചലസന്നിഭൻ, പർവ്വതം പോലെയുണ്ട് അവൻ്റെ ആ ഒരു നിൽപ്പൊക്കെ കാണുമ്പോൾ. വിപിനചരനാണ്, വാനരനാണ്, അമിതബലമുള്ള അവൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിന് കരുതിയവൻ അപഗത ഭയാകുലം. അവനോട് ഇനി പൊരുതാമെന്ന് വിചാരിച്ചാലും അവന് തെല്ലെങ്കിലും ഭയം വേണ്ടേ, അങ്ങനെയൊന്നും ഇല്ല. പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. ചൈത്യപ്രാസാദം എന്നാൽ യജ്ഞങ്ങളുമൊക്കെ ചെയ്യുന്ന പരിശുദ്ധമായി കരുതപ്പെടുന്ന ഒരു ദേവാലയം പോലെ ഒരു മണിമാളിക, അതാണ് ചൈത്യപ്രാസാദം. അതൊക്കെ പൊട്ടിച്ചിരിക്കുന്നു അവൻ. മുസലധരൻ അനിശം, അത് കാക്കുന്നവരെയും, മുസലം ഉലക്കകൾ ധരിച്ചുകൊണ്ട് അനിശം എല്ലായ്പ്പോഴും ആ ചൈത്യപ്രാസാദം കാക്കുന്ന കാവൽക്കാരെയും മുൽപ്പെട്ട് തച്ചു കൊന്നിടിനാൻ. അപ്പോ തന്നെ തച്ചു കൊന്നു, അശ്രമം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ഭുവനമതിൽ ഒരുവരെയും അവന് ഭയമില്ലഹോ, ഒരാളെയും പേടിയില്ലാത്തതുപോലെയാണ് അവൻ്റെ പരാക്രമം. പോയിൽ അവൻ ഇവിടുന്ന് ഇനിയും പ്രഭോ, അവൻ ഇനിയും പോയില്ല പ്രഭോ. ദശവദനൻ ഇതി രജനിചരികൾ വചനം കേട്ട് ദന്തശൂക ഉപമം, ദന്തശൂകം സർപ്പം, സർപ്പം പോലെ അങ്ങോട്ട് ക്രോധവിവശനായി. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴിയേ വന്നവൻ ഏതും എളിയവനല്ലെന്ന് നിർണയം. ഈ രാത്രിയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് പരാക്രമം കാണിക്കണമെങ്കിൽ അവൻ ചെറിയ ആളല്ല, എന്ന് വെച്ചാൽ അവൻ നിസ്സാരക്കാരനല്ല. നിശിത ശര കുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ട്,
നിശിതശരം, നല്ല കൂർത്തുമൂർത്ത ശരങ്ങളും കുലിശം, വജ്രം, മുസലം, ഉലക്ക ഇവയൊക്കെ എടുത്തിട്ട് നിങ്ങൾ പോകാശു 100,000 വീരന്മാർ, 100,000 സൈന്യത്തെ അയക്കുകയാണ് രാവണൻ. നിശിചര കുലാധിപ ആജ്ഞാകരന്മാർ അതിനിർഭയം ചെല്ലുന്നത് കണ്ട് മാരുതി. ഇങ്ങനെ രാവണൻ പറഞ്ഞത് കേട്ടിട്ട് വന്ന ആ വീരന്മാരെ കണ്ടിട്ട് നിർഭയം ചെല്ലുന്നത് കണ്ട് മാരുതി ശിഖരികുലമൊടും അവനി മുഴുവൻ ഇളകും വണ്ണം, ഭൂമി അതിലെ പർവ്വതങ്ങളോടുകൂടെ ഇളകുന്ന വണ്ണം സിംഹനാദം ചെയ്തത് കേട്ട് രാക്ഷസർ അത് കേട്ടിട്ട് തന്നെ സഭയതര ഹൃദയമഥ മോഹിച്ചു വീണിതു. ആദ്യം തന്നെ ബോധം കെട്ടു വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് സംഭ്രമത്തോടടുത്തിയിടിനാർ. പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ, അവരയച്ച കൂർത്തുമൂർത്ത അസ്ത്രങ്ങളെയും നിഖില ശസ്ത്രജാലങ്ങളെയും വാളിനെയും ഒക്കെ അവരൊക്കെ അത് ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരുപരി വീണ്ടും ഉയർന്നു ചാടി വിരവിനോട് ഉയർന്ന് ജിതശ്രമം മുദ്ഗരം കൊണ്ട് താടിച്ചൊടുക്കിയിടിനാൻ. ഒരു മുൾത്തടി, വലിയ ഒരു ഗത പോലെയുള്ള എന്നാൽ മുഴുവനും മുള്ള് പതിപ്പിച്ച ഒരു ആയുധം, അതുകൊണ്ട് ഇവരെയൊക്കെ അടിച്ചു ഒതുക്കിക്കളഞ്ഞു. നിയുത നിശിചര നിധന നിശമന ദശാന്തരെ, ഈ അയച്ച നിയുതം 10,000-കണക്കിന് നിശിചരന്മാരെ നിധനം കൊന്നു എന്ന നിശമനം എന്ന് വാർത്ത കേട്ടിട്ട് ദശാന്തരെ അപ്പോൾ നിർഭരം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില ബലപതി വരരിൽ ഐവരെ ചെല്ലുക, ഇവിടെയുള്ള സേനാപതികളിൽ 5 പേർ ചെല്ലുക എന്ന് അത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണൻ, മറ്റുള്ളവർക്ക് മരണം കൊടുക്കുന്നതിൽ സാമർഥ്യമുള്ള ആ ഹനുമാനോട് എതിർത്ത് പഞ്ചത്വവും മരണവും പഞ്ചസേനാധിപന്മാർക്കും ഈ 5 സൈന്യാധിപന്മാർക്കും ഭവിച്ചിതു. തദനു അതിനുശേഷം ദശവദനൻ ഉദിത ക്രുധാ ചൊല്ലിനാൻ, ഉണ്ടായ ദേഷ്യത്താൽ ഇപ്രകാരം പറഞ്ഞു. തദ്ഫലമദ്ഭുതം മദ്ഭയോദ്ഭൂതിതം, അവന്റെ ആ ബലം അതിഭയങ്കരം തന്നെ, എനിക്ക് തന്നെ കേട്ടിട്ട് പേടിയാകുന്നു. പരിഭവമോട് അമിത ബല സഹിതം അപ്പി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. പരിഭവം, ആ ഒരു യുദ്ധത്തിനോടുള്ള കൊതി കൊണ്ടെന്ന പോലെ ഓടിച്ചെന്ന അമിതബലന്മാരായ അവരെയൊക്കെ ആ 5 സേനാധിപന്മാരെ കൊന്നിരിക്കുന്നു അവൻ ഒറ്റയൊരുത്തൻ. ഇവനെ മമ നികടഭുവി, എൻ്റെ അടുത്ത് ഝടിതി വളരെ പെട്ടെന്ന് സഹജീവനോടെ ജീവനോടുകൂടെ ഇന്ന് ബന്ധിച്ചു കൊണ്ടുവന്നു വെച്ചിടുവാൻ മഹിതം അതിബലസഹിതം 7 പേർ 7 മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം. അടുത്ത ഉത്തരവാണ്. ദശവദന വചന നിശമന ബലസമന്യുതം ദണ്ഡ മുസല ഖഡ്ഗേഷു ചാപാദികൾ, എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും എടുത്ത് കഠിനതരം അലറി നിജകരം അതിലെടുത്തുടൻ തങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ആയുധങ്ങളെടുത്ത് കർപ്പൂരേന്ദ്രന്മാർ അസുരന്മാർ അടുത്താർ, രാക്ഷസന്മാർ അടുത്താർ. അപ്പോൾ കപീന്ദ്രനും ഭുവനതലം ഉലയെ, അതായത് ഈ ഭൂമി മുഴുവൻ അങ്ങനെ കിടുകിട വിറപ്പിക്കുന്ന രീതിയിൽ മുഹുഹു അലറി മരുവും വിധവും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭൂരിശസ്ത്രം, ഒരുപാട് അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രയോഗിച്ചാർ. അനുക്ഷണം അതിങ്ങനെ തുടരെ പ്രയോഗിക്കുകയാണ്. അനിലജനും അവരെ വിരവോടു കൊന്നിടിനാൻ ആശു ലോഹസ്തംഭ താടനത്താലഹോ. അനിലജൻ ഹനുമാൻ അവരെ ഒരു ലോഹത്തിന്റെ തൂണ് പിഴുതെറിഞ്ഞിട്ട് അതുകൊണ്ട് അടിച്ച് അവരെയൊക്കെ അങ്ങ് കൊന്നു. നിജ സജീവ തനയർ 7 തൻ്റെ മന്ത്രിപുത്രന്മാരായ 7 പേരും അമിത സൈന്യവും അവരുടെ കൂടെ പോയ സൈന്യവും നിർജ്ജരലോകം ദേവലോകം, അതായത് മരിച്ചു അവിടെ സ്വർഗലോകത്ത് പോയി എന്ന് ഗമിച്ചത് കേൾക്കയാൽ എന്ന് കേട്ടിട്ട് മനസ്സി ദശമുഖനും ഉരുതാപവും അത്യധികമായ സങ്കടവും ഭീതിയും, ഒരാൾ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, മാനവും എന്നാൽ ഒരുതരം അപമാനം
ഖേദവും നാണവും. എന്തൊരു ലജ്ജാകരമാണിത്. ഘോര രാക്ഷസനായിട്ടുള്ള രാവണന്റെ രാജധാനിയിൽ ഒറ്റക്കുരുത്തൻ വന്നിട്ട്, അത് ഒരു വാനരൻ. അതാണ് ലജ്ജാകരം. ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടില്ല, മറ്റ് ഞാൻ ആരെയും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവരൊരുവരെതിരിടുകിൽ അസുര സുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. ഇവൻ ഒറ്റൊരുത്തൻ ഇവനോട് മാത്രം എതിരിട്ടാൽ ഈ ലോകത്തിലെ പിന്നെ അസുരന്മാരും ഉണ്ടാവില്ല, സുരന്മാരും ദേവന്മാരും ഉണ്ടാവില്ല. അത്ര ശക്തിമാനാണിവൻ. അവർ പലരും ഒരു കപിയോടേറ്റു മരിച്ചിതിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം. എനിക്ക് എന്തെങ്കിലും ഒരു സുഹൃതമുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഒരു വാനരൻ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ എന്തൊരു നാണക്കേടാണ്. പലവും ഇതി കരുതിയൊരു പരവശത കൈക്കൊണ്ട് പാരം തളർന്നൊരു താതനോട്, തൻ്റെ അച്ഛനായ രാവണനോട് ആദരാൽ വിനയമോട് തൊഴുത് ഇളയ മകനായിട്ടുള്ള അക്ഷകുമാരൻ ഉരചെയ്തിതു. വീരപുംസാം ഇതം യോഗ്യമല്ലേതുമേ. അച്ഛൻ എന്താണ് ഇങ്ങനെ, ഒരു വീരപുരുഷനായിട്ടുള്ള അച്ഛൻ നിരാശ ബാധിച്ചെന്ന പോലെ ഇങ്ങനെ ഇരിക്കരുത്. അലമലം, മതിയാക്കൂ ഈ നിരാശാഭാവം. ഇതറികിൽ അനുചിതം, ഇത് നല്ലതല്ല, ചേരുന്നതല്ല. അഖില ഭൂഭൃതാം ആത്മഖേദം. ഏത് രാജാവിനായാലും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു നിരാശ, അത് ധൈര്യ ശൗര്യ തേജോഹരം, ഉള്ള ധൈര്യത്തെയും ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അരിവരനെ, ആ ശത്രുവിനെ നിമിഷമിഹ കൊണ്ടുവരുവൻ എന്ന് അക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. പിന്നെ അക്ഷകുമാരനാണ് പോകുന്നത്. കപിവരനും അത് പൊഴുതു തോരണമേറ്റിനാൻ. തോരണം എന്നാൽ കമാനം പോലെയുള്ള ആ ഒരു സ്ഥലത്തേക്ക് കയറി നിന്നിട്ട് കാണായത് അക്ഷകുമാരനെ സന്നിധൗ, അടുത്തു വരുന്നത് കണ്ടു. ശരനികര ശകലിത ശരീരനായി വന്നിതു. അക്ഷകുമാരന്റെ ശരങ്ങളൊക്കെ ഏറ്റിട്ട് കലിത ശരീരനായി, മുറിവേൽപ്പിക്കപ്പെട്ട ശരീരനായി വന്നു ശാഖാമൃഗാധിപൻ ഹനുമാൻ. താനും അതുനേരം മുനിവിനുടു. എന്നാൽ പെട്ടെന്ന് തന്നെ ഗഗനഭുവി നിന്ന് താനാശു, താഴെ വീണിട്ട് തൻ മൂർധനി മുൾഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. അവന്റെ മൂർധാവിൽ, തലയിൽ ഒരു മുൾത്തടി, നേരത്തെ പറഞ്ഞ ആ ഒരു ആയുധം മുൾഗരം കൊണ്ട് എറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോട് ചെന്ന് പൊക്കിയിടിനാൻ. വളരെ പെട്ടെന്ന് തന്നെ കാലപുരിക്ക് പോയി. ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. വിബുധ കുലരിപു നിശിചരാധിപൻ രാവണൻ. വിബുധ കുലൻ റിപുവായ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതി ജിതം അമിത ബലസഹിതം ആത്മജം. അമരപതിയായ ഇന്ദ്രനെ ജയിച്ച് അമിതബലനായിരിക്കുന്ന തൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ ആത്മഖേദത്തോടണച്ചു. ഇന്ദ്രജിത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്രിയതനയാ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടില്ലേ, നീ അറിഞ്ഞില്ലേ? മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ ജാലയത്തിന് അയച്ചിടുവാൻ. മാർത്താണ്ഡജാലയം, മാർത്താണ്ഡന്റെ മകൻ, സൂര്യന്റെ മകനാണ് യമൻ. യമന്റെ പുരത്തിന് ഞാൻ അയച്ചിടുവാൻ. ത്വരിതം അഹം അതുല ബലമോടു പോയിടുവൻ. ഇനി ഞാൻ തന്നെ പോകും സൈന്യത്തോടുകൂടെ. ത്വത് കനിഷ്ഠ ഉദകം, നിന്റെ അനുജനുള്ള ബാക്കി ബലികർമ്മങ്ങളൊക്കെ പിന്നെ നൽകിയിടുവൻ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതി ജനകവചനം അലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ, ത്യജ മനസി ജനക, വിട്ടുകളയൂ അച്ഛ, തവ ശോകം മഹാമതേ, ഇങ്ങനെ ദുഃഖിക്കാതെ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ, അങ്ങയുടെ ഈ ദുഃഖമൊക്കെ ഞാൻ തീർത്തു തരാം. മരണഭയ വിരഹിതൻ അവന് മരണഭയം എന്നൊന്നില്ല. അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അതിനില്ല സംശയം, അതിനൊരു സംശയവും വേണ്ട. മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ? മരിക്കാൻ പേടിയുള്ള ഒരുത്തനും ഇങ്ങോട്ട് വരികയില്ല. ഭയം ഇവന് മരണകൃതമില്ലെന്ന് കാൺകിൽ, എനിക്ക് തോന്നുന്നു മരണം വരില്ല എന്ന ഒരു വരം
ഇവന് കിട്ടിയിട്ടുണ്ട്, അതാണ് ഇത്ര ധൈര്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ബ്രഹ്മാസ്ത്രമെയ്ത് ബന്ധിച്ചു കൊണ്ടിടുവൻ, ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുവരാം. ഭുവനതലം അഖിലം അരവിന്ദ ഉദ്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ. ഈ ഭൂമി മുഴുവനും അരവിന്ദോദ്ഭവാദിയാം ബ്രഹ്മാവ് തുടങ്ങിയവരുടെയും പൂർവദേവ അരികൾ, ദേവാരികളായ അസുരശ്രേഷ്ഠന്മാർ മുൻപ്, അതായത് ഇവരുടെ പൂർവപിതാമഹന്മാരായ അസുരശ്രേഷ്ഠന്മാരൊക്കെ തന്ന വരത്തിനാൽ ജയിച്ച ആളാണ് ഈ ഇന്ദ്രജിത്ത്. മാത്രമല്ല വലമഥനമപി, ഇന്ദ്രനെ പോലും ഞാൻ ജയിച്ചിട്ടുണ്ട്. യുധി ജയിച്ച നമ്മോട് ഒരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം, അത് വളരെ അത്ഭുതം തന്നെ. അതു കരുതുമളവിലിഹ നാണമാമെത്രയും, നാണം തോന്നുന്നു, നാണക്കേട് തോന്നുന്നു. ഹന്തുമശക്യോപി ഞാൻ അവിളംബിതം, ഞാൻ അവനെ കൊല്ലാൻ അശക്യനാണ് എങ്കിലും കൃതിഭിരവി നികൃതിഭിരവി ഛത്മനാഭിവ, കൃതിഭിഹി എന്നാൽ ധാർമ്മികമായ മാർഗത്തിലോ, ഇനി നികൃതിഭിഹി അഭി അധാർമികമായ മാർഗത്തിലോ ഇനി അല്ല, ഛത്മനാഭി ചതിച്ചിട്ടാണെങ്കിൽ എങ്ങനെയായാലും കൃച്ഛ്രേണ ഞാൻ അത്രയും പണിപ്പെട്ട് ഞാൻ ത്വത്സമീപേ വരുത്തുവൻ, അവനെ അങ്ങയുടെ സമീപത്ത് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. സപതി വിപദുപഗതം ഇഹ പ്രമദാകൃതം, എന്തായാലും ഒന്നുറപ്പാണ്, ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ സപതി വിപത്ത്, ഒരു വലിയൊരു വിപത്ത് ഉപഗതം വന്നിരിക്കുന്നു. അതാകട്ടെ പ്രമദാകൃതം, അങ്ങയുടെ ഈ അമിതമായ സ്ത്രീ ആസക്തി കൊണ്ടാണ്, പ്രമദം അങ്ങയെ ബാധിച്ചതിനാലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സമ്പദ് വിനാശകരം, ഈ നാടിൻ്റെ, ഈ ലങ്കയുടെ സമ്പത്തിനെ തന്നെ നശിപ്പിക്കുന്നതാണ് പരം നിർണയം, അതിനൊരു സംശയവും വേണ്ട. എന്തായാലും സസുഖമിഹ നിവസം ഐ ജീവതി ത്വം, എന്തായാലും അച്ഛൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, വൃഥ സന്താപമുണ്ടാക്കരുത്, കരുതുമാം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, ഞാൻ ചെയ്യാം, എന്താ വേണ്ടത്. ഇത് ജനകനോട് നയഹിതങ്ങൾ വചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥ കവച വിശിഖ ധനുരാദികൾ കൈക്കൊണ്ട് രാമദൂതം ജേതും, രാമദൂതനെ ജയിക്കുവാൻ ആശു ചെന്നിടിനാൻ. ഗരുഡനിഭൻ, ഗരുഡനെ പോലെ അഥ ഗഗനം ഉത്പതിച്ചിടിനാൻ, ആകാശത്തേക്ക് ഉയർന്നു പറന്ന ഗർജനപൂർവകം മാരുതി വീര്യവാൻ, ഗർജനത്തോടുകൂടിയുള്ള ആ മാരുതിയെ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം, രണ്ടു പേർക്കും പരസ്പരം ഒരു ബഹുമാനം തോന്നുകയാണ്. ഹനുമാൻ ഇന്ദ്രജിത്തിനോടും ഇന്ദ്രജിത്തിന് ഹനുമാനോടും. ബാഹുബല വീരവേഗങ്ങൾ കാണുകയാൽ അവർ തമ്മിൽ കുറച്ചു നേരം യുദ്ധം ചെയ്തു. ഇപ്പൊ രണ്ടു പേർക്കും മനസ്സിലായി രണ്ടാളും ഒന്നിനൊന്ന് ശക്തരാണ്, അതാണ് പരസ്പരം ബഹുമാനമൊക്കെ തോന്നിയത്. അങ്ങനെ പവനസുത ശിരസി ശരം 5 കൊണ്ട് 5 ശരം എയ്ത് അങ്ങനെ പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ, പാകാരി ഇന്ദ്രൻ, ഇന്ദ്രനെ ജയിച്ച പഞ്ചാസ്യൻ സിംഹം, സിംഹത്തിന്റെ പരാക്രമത്തോടു കൂടിയ ആ ഇന്ദ്രജിത്ത്. അഥ സപതി ഹൃദി വിശിഖം 8 കൊണ്ടെയ്തു. പിന്നീട് ഹൃദയത്തിൽ, ഹനുമാന്റെ ഹൃദയത്തിൽ 8 അസ്ത്രമയച്ചു. മറ്റ്6 ബാണം പദങ്ങളിലും കാലിലൊക്കെ 6 ബാണമയച്ചു. ശിതവിശിഖമധികതരമൊന്ന് വാൽമേലെയ്തു, ഒന്ന് കൂർത്തുമൂർത്ത ഒരു ശരം വാലിന്മേലെയ്തു. സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ, ഇത് ചെയ്തു കഴിഞ്ഞിട്ട് സിംഹനാദത്താൽ ആ ഇന്ദ്രജിത്ത് പ്രപഞ്ചം കുലുക്കി. തദനു, അതിനുശേഷം കവികുല തിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. ഹനുമാൻ ഉടനെ തന്നെ ഈ തന്നെ അമ്പെയ്തതിൻ്റെ അരിശത്താൽ ഒരു സ്തംഭം, ഒരു തൂണ് പറിച്ചെടുത്തിട്ട് സൂതനെ കൊന്നു, ഇന്ദ്രജിത്തിന്റെ സൂതനെ കൊന്നു. തുരകയുത രഥവുമഥ ജഡിതി പൊടിയാക്കിനാൻ, എന്നിട്ട് തുരകയുതം കുതിരകളോടുകൂടിയ രഥവും ഇന്ദ്രജിത്തിന്റെ രഥവും അഥ ജഡിതി പൊടിയാക്കിനാൻ, തവിട് പൊടിയാക്കി. അപ്പോൾ ദൂരത്ത് ചാടിനാൻ മേഘനിനാഥനും, ഇന്ദ്രജിത്ത് രഥത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു.
അപരമൊരു രഥം അധികവിതതം, വലിയ വിസ്താരമുള്ള മറ്റൊരു രഥം ഉടനേറി വന്ന് അസ്ത്രശസ്ത്രൗഘ വരിഷം തുടങ്ങിനാൻ. ഋഷിതമതി ദശവദന തനയ ശരപാതേന, ക്രുദ്ധിച്ചു വന്ന ദശവദനന്റെ മകന്റെ ശരപാദം കൊണ്ട് രോമങ്ങൾ നന്നാല് കീറി കപീന്ദ്രനും. അതായത് കപീന്ദ്രന് ഒരു തരത്തിലുള്ള മുറിവും ഏറ്റില്ല. അതാണ് പറയുന്നത്, രോമം കീറി എന്നാണ് പറയുന്നത്. അതിനും ഒരു കെടുതി അവനില്ലെന്ന് കാണുകയാൽ, അപ്പോൾ ഈ ശരപ്രയോഗം ഒന്നും തന്നെ ഹനുമാനെ ബാധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അംഭോജ സംഭവ ബാണം, അംഭോജ സംഭവൻ ബ്രഹ്മാവിന്റെ പേരിലുള്ള അസ്ത്രം, ബ്രഹ്മാസ്ത്രം എയ്തിയിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയോട് ഉടനാദരിച്ചു. ഹനുമാനെ യഥാർത്ഥത്തിൽ അതൊന്നും ബാധിക്കില്ല. പക്ഷേ ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ അതിനൊരു പേര് ദോഷം വരേണ്ട എന്നതിനാൽ അതിനോടുള്ള ബഹുമാനം കൊണ്ട് മോഹിച്ചു വീണിതു ഭൂതലെ. അങ്ങനെ തൽക്കാലത്തേക്ക് അവർക്കൊരു ആശ്വാസമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഭൂമിയിൽ മോഹിച്ചു വീണു. കാരണം ഹനുമാന്റെ ഉദ്ദേശവും അതാണ്. ഹനുമാന് രാവണന്റെ സഭയിലെത്തി രാവണനെ ഒന്ന് കാണണം. അപ്പൊ ഇത് തന്നെയാണ് അതിനുള്ള അവസരം. ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വച്ച് വണങ്ങിനാൻ. പവനജന് മനസ്സിൽ ഒരു പീഡയുണ്ടായില്ല, ഒരു വിഷമവും ഉണ്ടായില്ല. കാരണം ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പണ്ട് ദേവന്മാർ കൊടുത്ത വരത്തിനാലും അതും ഒരു കാരണമാണ്. ഹനുമാനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞു, എല്ലാ ദേവന്മാരും ഹനുമാനെ വന്ന് അനുഗ്രഹിച്ച ആ ഒരു കാര്യം പറഞ്ഞിരുന്നു. നളിന ദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. ഇത് ഒരു പൊതുവായ ഒരു കാര്യം പറയുകയാണ്. ആ രാമൻ തിരുവടിയുടെ നാമാമൃതം സദാ ജപിക്കുന്ന ഭക്തന് പോലും, അങ്ങനെയുള്ള ഭക്തന്റെ അമലഹൃതി, നിർമ്മലമാകുന്ന ഹൃദയത്തിൽ മധുമഥന ഭക്തി, മധു എന്നാൽ നല്ല തേൻ നിറയ്ക്കുന്ന രീതിയിലുള്ള ഭക്തി അവരെ വിശുദ്ധരാക്കും. അതിനാൽ അജ്ഞാനകർമ്മകൃത ബന്ധനം, അവർ പല ജന്മങ്ങളിൽ ചെയ്ത അജ്ഞാനം കൊണ്ട് ചെയ്ത കർമ്മത്താലുള്ള ബന്ധനം പോലും ക്ഷണാത്, അതുപോലും ക്ഷണാത് സുചിര വിരചിതമപി, എത്രയോ കാലമായി ചെയ്തതാണെങ്കിൽ പോലും വിമുച്യ, അതിൽ നിന്നൊക്കെ മുക്തരായിട്ട് ഹരിപദം, ആ ഹരിപദത്തെ തന്നെ സുസ്ഥിരം പ്രാപിക്കും. ഇല്ലൊരു സംശയം, ഒരു സംശയവും വേണ്ട. പക്ഷേ രാമനാമം ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിനായിരിക്കണം. അപ്പോൾ പിന്നെ, അതായത് ഒരു ഭക്തനെ എത്രയോ ജന്മങ്ങളിലായി ചെയ്ത പാപത്തിൽ നിന്ന് പോലും മുക്തനാക്കുന്നതാണ് രാമനാമമെങ്കിൽ, രഘുതിലക ചരണയുഗമകതളിരിൽ വെച്ച് ആ പാതാരവിന്ദങ്ങൾ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? അപ്പോൾ പിന്നെ രാമദൂതന് ബന്ധമുണ്ടാകുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം. ഇവിടെ ബന്ധനം ആർക്കാണ്? ഞാൻ ജനിക്കും, ഞാൻ മരിക്കും, എനിക്ക് ബന്ധുക്കളുണ്ട്, ഇങ്ങനെയുള്ള ചിന്തയുള്ളവർക്കാണ് ഈ ബന്ധനം. അതൊന്നുമില്ലാത്ത, മരണ ജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം? ഒരു സങ്കടവുമില്ല. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്ന് കൊടുത്തോരനന്തരം. കപടമതി കലിതം, തൽക്കാലത്തേക്ക് അവരെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കപടമതിയായിട്ട് തൻ്റെ കരചരണങ്ങളൊക്കെ, അയ്യോ ഞാനാകെ തളർന്നു പോയി എന്നൊക്കെ അഭിനയിക്കുകയാണ് ഹനുമാൻ. കരചരണ വിവശത്വം, എൻ്റെ ശക്തിയൊക്കെ പോയി, ഇങ്ങനെ കാട്ടിക്കിടന്ന് കൊടുത്തോരനന്തരം പലരും, അപ്പൊ ഇത്രയും നേരം ഹനുമാനെ ഒരു ഭീകരജീവിയായി കണ്ടവരൊക്കെ കെട്ടിയിട്ടു എന്ന് കണ്ടപ്പോ ഓടി വരികയാണ്. പലരും അതികുതുകമോട് നിശിചരർ അണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചത് കാരണം ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായി വന്ന് കാണാലോ എന്ന് വിചാരിച്ച് ഓരോരുത്തരായിട്ട് ഇതാരാണ് എന്ന ഭാവത്തിൽ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ മറ്റൊരു സത്യമുണ്ട്. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നെഴും. ഹനുമാനെ പേടിച്ചിട്ട്, അതായത് ബ്രഹ്മാസ്ത്രം എയ്തിട്ടും ഹനുമാൻ ബന്ധനസ്ഥനായില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ആ ഇന്ദ്രജിത്ത് വീണ്ടും കയറുകൊണ്ട് കെട്ടി. അങ്ങനെ കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടിതപ്പോഴേ, അതൊക്കെ എപ്പോഴേ പോയി.
വൃഥയും അവനകതളിരിൽ ഇല്ലയെന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ. ഹനുമാന് തന്നെ കെട്ടിയിട്ടു എന്ന ഭാവമേ ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നതേ ഇല്ല. ഒരു തൂവല് കൊണ്ടിങ്ങനെ സ്പർശിക്കുന്നത് പോലെയേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ബന്ധനസ്ഥനായി അയ്യോ എനിക്ക് ആകപ്പാടെ എന്തോ പോലെ തോന്നുന്നു എന്ന രീതിയിൽ അഭിനയിക്കുകയാണ്. നിശിചരെടുത്തുകൊണ്ട് ആർത്തുപോകും വിധവും നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. അങ്ങനെ ഈ കെട്ടി വരിഞ്ഞു മുറുക്കിയ ഹനുമാനെ രാക്ഷസന്മാരൊക്കെ ആർത്തു വിളിച്ച് ഞങ്ങൾ ജയിച്ചു എന്ന ഭാവത്തിൽ അങ്ങനെ എടുത്തുകൊണ്ടു പോകുമ്പോൾ നിശ്ചലനായിട്ട് എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന ഭാവത്തിൽ കാര്യഗൗരവാത്, കാരണം പോയിട്ട് രാവണന്റെ സഭയിൽ എത്തിയിട്ട് വേണം 2 വർത്തമാനം പറയാൻ, അതുവരെ ഈ ഒരു ഗൗരവം വേണം എന്ന ഭാവത്തിൽ നിശ്ചലനായി ഹനുമാനും അങ്ങനെ കിടന്നുകൊടുത്തു.